ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിലക്കടല ഉപയോഗിച്ച്, അതായത് ചില ഭാഗത്തേക്കൊക്കെ പറയും ഇതിനെ കപ്പലണ്ടി, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് പച്ച നിലക്കടല വറുക്കാത്ത പച്ച നിലക്കടല എടുക്കുക. ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഒരേ ഒരു മുട്ട മതി. 2 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ കടലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കോൺഫ്ലവർ പൗഡർ ഇല്ലാത്തവർക്ക് മൈദ ചേർക്കാം, മൈദപ്പൊടി ചേർക്കാൻ കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക ഈ ബാറ്ററി. കാരണം 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി പോരാ, ഇതിലേക്ക് ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, അതുപോലെ 2 ടീസ്പൂൺ മൈദപ്പൊടി അങ്ങനെയും ചേർക്കാം. അതെങ്ങനെയായാലും മതി, ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ചിട്ട് നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ തന്നെ അത് മിക്സ് ആയി കിട്ടും. ഇനി ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് കൈ കൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഇനി നമ്മൾ വേറൊരു പാത്രം, ഒരു കടായിയോ അങ്ങനെ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അത് ഓരോ ടീസ്പൂണിൽ കോരിയെടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് അത് നമ്മൾ വറുത്ത് കോരിയെടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. കാരണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാകെ അതിൻ്റെ മുകളിൽ നിന്ന് ആ കോട്ടിങ്ങൊക്കെ പൊഴിഞ്ഞു പോകും, എണ്ണയിലാകും. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഭാഗം ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അതിൽ വറുത്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ നമ്മളിത് വറുക്കുക. ഇനി നമ്മളിത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കോരിയെടുത്തിട്ട് എല്ലാം അതുപോലെ ചെയ്തെടുക്കുക, എല്ലാം മുഴുവനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തിക്കുക. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി നെയ്യില്ലാത്തവർക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം, അതെങ്ങനെയായാലും കുഴപ്പമില്ല. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നെയ്യിൻ്റെ ഒരു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ആവശ്യത്തിന് നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു 6 ഏലക്കായി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ തോടോട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം വറുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും ഇതിൻ്റെ ഈ സിറപ്പ് എത്തുന്നവരെ, ഷുഗർ സിറപ്പ് എത്തുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ഇത് ലാസ്റ്റ് എന്താ ഉണ്ടാവും വെച്ചാൽ ഒരു ഒട്ടിപ്പിടിച്ച് നമ്മൾ കടല മിഠായില്ലേ അതുപോലെ ഉണ്ടാവും. ഈ സിറപ്പൊക്കെ കൂടെ ഇങ്ങനെ ഊരിട്ട് അതിൽ പിന്നെ ഉറച്ച് നിന്നിട്ട് കണ്ടില്ലേ, ഉറച്ച് നല്ല ടേസ്റ്റായിട്ട് അടിപൊളി കട്ടൻ ചായയുടെ കൂടെ കൊടുത്ത് ഇതിങ്ങനെ കറുമുറ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഹെൽത്തിയാണ്, കൊടുക്കാനായിട്ട് നല്ല സാധനമാണ് കടല. അപ്പോൾ ഓവറായിട്ട് തിന്നാൻ തടിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്നും തിന്നുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.